ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ കുറച്ച് ലെവൽസ് പ്രൊവൈഡ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ലെവൽസിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തോ, ആ ലെവൽസിനെ മാർക്കറ്റ് ഏതൊക്കെ രീതിയിലാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്തത് എന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ എനിക്ക് ഇന്ന് വന്നിട്ടുള്ള ട്രേഡ്സും ആ ട്രേഡിൻ്റെ ലോജിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത കുറച്ച് ലെവൽസ് ഉണ്ട്. അപ്പോൾ ആ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഞാൻ എക്സാക്ട്ലി പറഞ്ഞ ലെവൽസ് ഒരു ലെവൽ 23,922 എന്ന് പറഞ്ഞ ലെവലും, അതേപോലെ ഡൗൺ സൈഡിൽ ഞാൻ പറഞ്ഞ ലെവലിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു 23,800. അപ്പോൾ ഈ ഒരു രണ്ട് ലെവലിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിന് ഡൗൺ സൈഡിലോട്ടുള്ള ഒരു റിയാക്ഷൻ കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് നാളത്തേക്ക് നോക്കേണ്ട രണ്ട് ലെവൽസായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ലെവൽസ് ആയിരുന്നു ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്വിംഗ് ഹൈ സ്വിംഗ് ലോയിങ്ങുമായിട്ടുള്ള 23,763 എന്ന് പറഞ്ഞ ലെവലും, ഡൗൺ സൈഡിലോട്ടുള്ള 23,628. അപ്പോൾ ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റ് ഇതിനുള്ളിലാണ് ഇന്ന് ഓപ്പൺ ആയതെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴേക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് പ്രൈസ് ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് പോസിബിളായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ എന്താണ്, ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് ട്രേഡ് ചെയ്ത് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറയുന്ന കണക്ക് തന്നെ ഒന്നിയിൽ പ്രൈസ് ആക്ഷൻ രീതിയിൽ മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫർദർ ഈ ഒരു ടാർഗറ്റും ഈ ഒരു ടാർഗറ്റിന് മുകളിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയ്ക്കുള്ളിൽ ഏതൊരു ടൈമിലും സെല്ലിംഗ് പ്രഷർ കാണിക്കുമെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞായിരുന്നു. ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ നമ്മുടെ പ്രീവിയസ് വീഡിയോ ഇന്നലെ ഇട്ട വീഡിയോ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതിൻ്റെ ലാസ്റ്റ് മിനിറ്റ് ഭാഗം നിങ്ങളൊന്ന് ജസ്റ്റ് കേട്ടാൽ മതി. അതിനുശേഷം ഇന്ന് മാർക്കറ്റിൽ നടന്ന കാര്യവും ഒന്ന് ജസ്റ്റ് ഒന്ന് മാപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്ട്ലി എന്താണ് മാർക്കറ്റിൽ ഇന്ന് നടന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കറക്റ്റ് ലോജിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് മാർക്കറ്റ് ചെയ്തത്, മാർക്കറ്റ് ഈ ഒരു ഏരിയയുടെ മുകളിൽ മാർക്കറ്റിന് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റി. ഓപ്പൺ ചെയ്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് ഷാർപ്പായിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് ഫർദർ ഡൗൺ സൈഡിലോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഏരിയയിൽ പ്രൈസ് ആക്ഷൻ രീതിയിൽ തന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്ന സമയത്താണ് നമുക്ക് എന്താണ് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തൊരു റിജക്ഷൻ ക്യാൻഡിലായിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ കാണിച്ചപ്പോഴായിരുന്നു നമ്മുടെ ഫസ്റ്റ് എൻട്രി. നമ്മൾ എന്ത് ചെയ്തു, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു 3 ക്യാൻഡിൽ ഫോർമേഷൻ ആയതുകൊണ്ടും ഈ ഒരു ഏരിയയുടെ മുകളിൽ നിന്നാണ് ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് പ്രഷർ വന്നതുകൊണ്ടും നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞ് നെക്സ്റ്റ് ക്യാൻഡിലിൽ തന്നെ എൻട്രി എടുത്തു. കാരണം എന്താണ്, ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് റിജക്ഷൻ ക്യാൻഡിലാണ്. അപ്പോൾ ഞാൻ എക്സാക്ട്ലി സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്തത് ഈ ഒരു ഏരിയയിലാണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ കാണിച്ച ഏരിയ. എന്നിട്ട് ഞാൻ ടാർഗറ്റ് എവിടം വരെ എയിം ചെയ്തു, ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റ്സ് വരെ ടാർഗറ്റ് ഞാൻ എയിം ചെയ്തു. ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് എയിം ചെയ്തു. ഈ ഒരു ലെവലിൽ നിന്ന് എന്ത് ചെയ്യാം, മാർക്കറ്റിന് ഫർദർ ഡൗൺ സൈഡിലോട്ട് ഈ ഒരു ലെവലിനെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫർദറും മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡിലോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നും എൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ്, നമ്മൾ നോക്കി കഴിഞ്ഞാൽ വിക്സ് ഓൾമോസ്റ്റ് ഏതാണ് 14ലാണ്. വിക്സ് ഓൾമോസ്റ്റ് നമുക്ക് കുറച്ച് ഡേയ്സ് നമ്മൾ ജസ്റ്റ് വിക്സ് എടുത്തതിന് ശേഷം ഡെയിലി ക്യാൻഡിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വിക്സ് ഓൾമോസ്റ്റ് കുറച്ച് ദിവസം മുന്നേ നിന്നൊരു ഏരിയ എത്ര ആയിരുന്നു, ഓൾമോസ്റ്റ് 17-18. അപ്പോൾ 17-18 ഒക്കെ നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് നല്ല വോളറ്റൈലും നല്ല മൂവ്മെൻറ്റ്സ് മാർക്കറ്റിന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു 14 ഒക്കെ നിൽക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം വിക്സ് ആണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം, ഓക്കെ ഞാൻ ജസ്റ്റ് ഫ്യൂച്ചേഴ്സ് ചാർട്ടിലോട്ട് പോയി. ഓക്കെ, നമുക്ക് ഇൻഡെക്സിലെ ചാർട്ടിലോട്ട് തന്നെ വരാം. അപ്പോൾ വിക്സ് ഓൾമോസ്റ്റ് 14 ഒക്കെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അഗ്രസീവ് ആയത് കണക്ക് ഈ ഒരു വീക്കിൽ അഗ്രസീവ് ആവരുത്. മാക്സിമം നമുക്ക് എന്ത് ചെയ്യുക, മാക്സിമം മിനിമം പോയിൻറ്റ്സ് നമ്മൾ ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ റീസെൻ്റ് ആയിട്ട് ഈ ഒരു സ്വിങ്ങിനെ ഞാൻ ഫസ്റ്റ് ടാർഗറ്റായിട്ട് എടുത്തു. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് അവിടെ അക്കംപ്ലിഷ് ആയി. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, ഈ ഒരു റിസ്ക് ടു റിവാർഡ് ഈ കറക്റ്റ് ആണോ? നമുക്ക് ഓൾമോസ്റ്റ് 1:1 ആ ഏരിയയിലാണ് നമുക്ക് റിസ്ക് ടു റിവാർഡ് ഇന്ന് കിട്ടിയത്. കാരണം എന്താണ്, നമുക്കിതൊരു ഹൈ പ്രോബബിലിറ്റി ചാൻസ് ഉള്ളതാണ്. അപ്പോൾ റിസ്ക് കൂടുതലെന്നല്ല, റിസ്ക് കുറവും നമ്മുടെ ഈ ഒരു സെറ്റപ്പിന് ഹൈ ആക്യുറസി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഈ ഒരു ട്രേഡിലോട്ട് എൻ്റർ ആവണം. കാരണം നമുക്ക് ലാസ്റ്റ് വീക്കിൽ നമുക്ക് നല്ല പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റി. നല്ല അധികം എന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന പോയിൻറ്റ്സ് നമുക്ക് ലാസ്റ്റ് വീക്കിൽ ക്യാച്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിനുള്ള യൂട്ടിലൈസ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് റിസ്കി ആയിട്ടുള്ള ഡേയ്സിലും അതേപോലെ വോൾട്ടൈലിറ്റി അല്ലാത്ത ഡേയ്സിലും നമുക്ക് ആ ഒരു പോയിൻറ്റ്സ് നമ്മൾ ജസ്റ്റ് മൈൻഡിൽ റിസ്ക് ആയിട്ട് കീപ്പ് ചെയ്യണം. അപ്പോൾ
ഈ ഒരു രീതിയിലായിരുന്നു ഞാൻ ഇന്നത്തെ ഒരു ട്രേഡ് പഞ്ച് ചെയ്തത്. നമുക്ക് ഈസിലി ഫസ്റ്റ് ഈ ഒരു മൊമെൻറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്തു, നമുക്കത് ടാർഗറ്റായിട്ട് അക്കോംപ്ലിഷ് ആയി. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഈ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് അക്കോംപ്ലിഷ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും ഫർദർ ഡൗൺ സൈഡിലോട്ട് വരാമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തു. തിരിച്ച് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ട് വന്നു. തിരിച്ച് ഡൗൺ സൈഡിലോട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ സ്ട്രോങ് ക്യാൻഡിൽസ് കാണിക്കാത്തത് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സിറ്റ് ആയി. കാരണം എന്ന് പറഞ്ഞാൽ സ്കാൽപ്പ് ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാസ്റ്റായിട്ട് എക്സിറ്റ് ചെയ്യണം. പക്ഷേ ഞാൻ ഹോൾഡ് ചെയ്ത ട്രേഡ് നമ്മളൊരു വളരെ മൈൽഡായിട്ടുള്ള ഒരു പ്രോഫിറ്റിലാണ് ഞാൻ ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്കാൽപ്പ് ട്രേഡ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. കാരണം എന്താണ്, നമുക്ക് പോയിന്റ് വൈസ് നോക്കുമ്പോൾ നമ്മൾ വളരെ മൈൽഡും വളരെ ചെറിയ പോയിന്റ്സുമാണ് നമ്മൾ ഇന്ന് ക്യാച്ച് ചെയ്തത്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ ലെവലിനെ മാർക്കറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഫർദർ നല്ല രീതിയിൽ എൻഡിങ്ങിലോട്ട് നമുക്ക് നല്ല രീതിയിൽ ഡൗൺ സൈഡിലുള്ള മൂവ്മെൻറ്റ് നമ്മൾ കണ്ടു. ഹാപ്പി. നമ്മുടെ ഒരു ആൻറ്റിസിപ്പേഷനിൽ മാർക്കറ്റ് മൂവ് ചെയ്തു എന്ന് കണ്ടപ്പോൾ ഹാപ്പി. അപ്പോൾ ഇനി നാളത്തേക്ക് നിങ്ങൾ ട്രേഡുകൾ പഞ്ച് ചെയ്യുമ്പം ഏതൊക്കെ ലെവൽസാണ് നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത്, ഏതൊക്കെ ലെവൽസിലാവാം മാർക്കറ്റ് നല്ല രീതിയിൽ റിയാക്ഷൻ തരുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നാളത്തേക്ക് നമ്മൾ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ മെയിനായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഫേസിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു ഫേസ് ആയിരുന്നു മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ കാണിച്ചത്. അതിനുശേഷം മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലോട്ട് വന്നു. നാളെ ചിലപ്പം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ഫ്ലാറ്റ് ഏരിയയിൽ തന്നെ മാർക്കറ്റിന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫെർദർ ഡൗൺ സൈഡിലോട്ട് വന്നിട്ട് ഈ ഒരു ഏരിയയുടെ താഴെ നിന്ന് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പുഷ് തരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും വേണമെങ്കിൽ താഴോട്ടോ ഇല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഷാർപ്പായിട്ട് അപ്പ് സൈഡിലോട്ടോ ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെയിറ്റ് ചെയ്യേണ്ടത് എന്താണ്, നാളെ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ടാണ് ഈ ഒരു ഏരിയയിലോട്ടൊക്കെ വരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിലേക്കുള്ള ഒരു ട്രേഡ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നൊരു 40-50 പോയിന്റ്സ് വരെ ഈ ഡൗൺ സൈഡിലോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പോയിന്റ്സിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് വെക്കാം. ക്യാച്ച് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഓപ്പണിംഗ് ടൈം ആയിരിക്കും, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റ്സിനെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തിരിക്കുക. താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഡൗൺ സൈഡിലോട്ട് ഒരു എൻട്രി എടുക്കാം. എക്സാക്ട്ലി നോക്കേണ്ട ഒരു ഏരിയ ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു ബുള്ളിഷ് സ്ട്രക്ചർ മുകളിലോട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എൻ്റെ ഒരു വ്യൂ വെച്ചിട്ട് നമുക്ക് അപ്പ് സൈഡിലോട്ട് ഒരു എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഡൗൺ സൈഡിൽ നിന്നാണെങ്കിൽ ഈ ഒരു ലെവൽ ഫസ്റ്റ് ലെവലായിട്ടും ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിനെ ക്ലോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലെവലിലോട്ടും ഈ ഒരു ലെവലിൽ നിന്ന് വേണമെങ്കിൽ മാർക്കറ്റിന് ഷാർപ്പായിട്ട് അപ്പ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് തരാം. അതിൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവലാണ് ഈ ഒരു ലെവൽ 23,827 എന്ന് പറഞ്ഞ ലെവൽ. അപ്പോൾ ഈ ഒരു ലെവല് പ്രീവിയസ്ലി സെല്ലിംഗ് പ്രഷർ കാണിച്ചൊരു ലെവലാണ്. അപ്പോൾ ഈ ഒരു ലെവലിനെയും കൂടി മാർക്കറ്റിന് ടേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഷാർപ്പായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം, ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് വന്നു, വേണമെങ്കിൽ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പൺ നിന്ന് ഡൗൺ സൈഡിലോട്ട് വീണ്ടും മൂവ്മെൻറ്റ് തരാം. അതിനുശേഷം ഈ ഒരു ഏരിയയിൽ നിന്ന് എവിടെയെങ്കിലും ഈ ഒരു 2 റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെയെങ്കിലും സ്ട്രക്ചർ ഷിഫ്റ്റ് തന്ന മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് തരുന്ന സമയത്ത് നമുക്ക് അപ്പ് സൈഡിലോട്ട് ഒരു എൻട്രി പ്ലേസ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു ടാർഗറ്റ് ഈ ഒരു ഏരിയ വരെ വെക്കാം. ഈ ഒരു ഏരിയയൊക്കെ ടാർഗറ്റായിട്ട് വെക്കാം. ഈ ഒരു ഏരിയയെ കീനായിട്ട് വാച്ച് ചെയ്യുക. ഈ ഒരു ഏരിയയിൽ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കുക. ഈ ഒരു ഏരിയയെ മാർക്കറ്റ് നല്ല രീതിയിൽ അപ്പ് സൈഡിലോട്ട് ബ്രേക്ക് തരികയാണെങ്കിൽ എന്ത് പറ്റും, നമുക്ക് ഫെർദർ നല്ല രീതിയിൽ അപ്പ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വിക്സ് കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. വോളറ്റിലിറ്റി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിക്സ് ഒക്കെ ഇൻക്രീസ് ആവുന്നതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ഷാർപ്പായിട്ട് അപ്പ് സൈഡിലോട്ടോ ഡൗൺ സൈഡിലോട്ടോ മൂവ്മെൻറ്റ് തരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്രയും വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഓൾ ഗൈസ്.